നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ നാഷൻസ് ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ വമ്പന്മാരായ പോർച്ചുഗൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. പോളണ്ടാണ് പോർച്ചുഗലിൻ്റെ എതിരാളികൾ. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:15 പോർച്ചുഗലിലെ പോർട്ടോയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക. യുവേഫ നാഷൻസ് ലീഗിൽ മികച്ച പ്രകടനം ഇപ്പോൾ പോർച്ചുഗൽ പുറത്തെടുക്കുന്നുണ്ട്. 4 മത്സരങ്ങൾ കളിച്ചപ്പോൾ 3ലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 10 പോയിൻറ്റുമായി അവർ തന്നെയാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത്. നേരത്തെ പോളണ്ടിനെതിരെ നടന്ന മത്സരത്തിൽ 1-3 ഗോളുകൾക്ക് വിജയിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളത് പോർച്ചുഗലിന് തീർച്ചയായും കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യമാണ്. എന്നാൽ പല പ്രധാനപ്പെട്ട താരങ്ങളും ഇല്ലാതെയാണ് പോർച്ചുഗൽ ഇപ്പോൾ കളിക്കളത്തിലേക്ക് വരുന്നത്. റൂബൻ ഡയസ്, റൂബൻ നെവസ്, ജോവോ പലീഞ്ഞ തുടങ്ങിയ പല താരങ്ങളെയും ഇപ്പോൾ പോർച്ചുഗലിന് ലഭ്യമല്ല. പരിക്കാണ് താരങ്ങളെ അലട്ടുന്നത്. എന്നിരുന്നാലും വിജയം നേടാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് റോബർട്ടോ മാർട്ടിനസ് ഉള്ളത്. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ മത്സരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടാകും. സ്ഥിരതയാർന്ന പ്രകടനം പോർച്ചുഗലിന് വേണ്ടിയും ക്ലബിന് വേണ്ടിയും പുറത്തെടുക്കാൻ ഈ പ്രായത്തിലും റൊണാൾഡോയ്ക്ക് കഴിയുന്നുണ്ട്. പോർച്ചുഗൽ നിരയിൽ ആരൊക്കെ ഇറങ്ങും എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പറായിക്കൊണ്ട് ഡിയഗോ കോസ്റ്റയായിരിക്കും. പ്രതിരോധ നിരയിൽ ഡിയഗോ ഡാലോട്ട്, അന്റോണിയോ സിൽവ, തോമസ് അരോഹോ, നുനോ മെൻഡസ് എന്നിവരായിരിക്കും ഉണ്ടാവുക. മധ്യനിരയിൽ ബ്രൂണോ ഫെർണാണ്ടസ്, ജോവോ നെവസ്, ബെർണാഡോ സിൽവ എന്നിവരായിരിക്കും ഉണ്ടാവുക. മുന്നേറ്റ നിരയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം പെഡ്രോ നെറ്റോയും റഫേൽ ലിയാവോയും ഉണ്ടാകും എന്നാണ് പ്രമുഖ പോർച്ചുഗീസ് മാധ്യമമായ എബോല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഒരു മികച്ച വിജയം ഇന്നത്തെ മത്സരത്തിൽ നേടാൻ കഴിയുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.